അയോധ്യ രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസിൽ വിധി പറയാനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. വിധിയിലെത്താൻ ബുദ്ധിമുട്ടിയപ്പോഴാണ് പരിഹാരം തേടി പ്രാർത്ഥിച്ചത് എന്നും ചന്ദ്രചൂഡ് പറഞ്ഞു. വിവാദ പരാമർശത്തെ എതിർത്ത് പ്രതിപക്ഷം രംഗത്തെത്തി. 3 महिने अयोध्येच्या कामावर आम्ही विचार करत होतो. म्हणजे शेकडो वर्ष ज्याला कोणी सोल्युशन मानलं नाही ते काम आमच्या पुढे आलं होतं. त्यावेळेला मी आपल्या दररोजच्या दैनंदिन जीवनात माझी जी पूजा करतो तेव्हा मी देवांच्या पुढे भगवंतांच्या पुढे मी बसतो तिथे आणि मी त्यांना सांगितलं ह्याच्यात मार्ग तुम्हीच शोधून द्या. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസമായി സെഷൻസ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത്. 2 വീഡിയോ ക്ലിപ്പ് ഇപ്പം നിങ്ങൾ കണ്ടു കാണും. ആദ്യത്തെ വീഡിയോ ക്ലിപ്പ് അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് ആ വിധി പ്രസ്താവിച്ച ഒരു ജഡ്ജിയുടെ പ്രസ്താവനയാണ്. അദ്ദേഹത്തിന് ആ വിധി പ്രസ്താവിക്കാനുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് വിധി കണ്ടെത്തി പ്രസ്താവിക്കേണ്ടി വന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. അത് ഒരു വാർത്താ മാധ്യമം പുറത്തുവിട്ട ന്യൂസാണ്. അദ്ദേഹം പറയുന്നതും സത്യമാണെന്ന് നമുക്ക് വിചാരിക്കാം. നമ്മുടെ നിയമപുസ്തകങ്ങളൊന്നും തന്നെ അതിന് ഒരു ഉത്തരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തിനെ വിളിച്ചും അതിൻ്റെ വിധി കേൾക്കേണ്ടി വന്നു ഒരു ജഡ്ജിനെന്ന് അദ്ദേഹം തുറന്ന് ഈ സമൂഹത്തിനോട് പറയുന്നതാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ കമൻറ്റുകളൊന്നും ഇവിടെ പറയുന്നില്ല. നമ്മുടെ ശ്രോതാക്കൾ അതിൽ ഒരു തീരുമാനത്തിലെത്തുക. ഇപ്പോൾ നിലനിൽക്കുന്ന അയോധ്യ ക്ഷേത്രം നിലനിന്നിടത്ത് ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ പള്ളി നിലനിന്നിരുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അതൊരു ക്ഷേത്രം തകർത്താണ് ആ പള്ളി പണിത് എന്ന അവകാശവാദമുണ്ടായിരുന്നു. എന്നാൽ അങ്ങനൊരു ക്ഷേത്രം പൊളിച്ചാണ് ആ പള്ളി പണിത് എന്നൊന്നും വ്യവസ്ഥാപിതമായി അല്ലെങ്കിൽ പുരാവസ്തു വകുപ്പിനൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിന് തെളിവുകളൊന്നുമില്ലെങ്കിലും അതിൻ്റെ അടിയിൽ എന്തോ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നിലനിന്നിരുന്നു എന്നൊരു തീരുമാനത്തിലെത്താനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്നും അത് ക്ഷേത്രമാണെന്ന് അനുമാനിച്ചുകൊണ്ട് അങ്ങനെ ഒരു വിധിയിലെത്തി എന്നുള്ളതുകൊണ്ട് അത് ഹിന്ദുക്കൾക്ക് അത് ക്ഷേത്രം പണിയാനായിട്ട് വിട്ടുകൊടുത്തു. ബാക്കി മുസ്ലിങ്ങൾക്ക് അങ്ങ് ദൂരെ ഒരു 5 ഏക്കർ പള്ളി പണിയാനും വിട്ടുകൊടുത്തുകൊണ്ട് ആ പ്രശ്നമോടോ അവസാനിപ്പിക്കുകയും അതെല്ലാവരും അംഗീകരിക്കുകയുമാണ് ഉണ്ടായത്. അതെന്തുമാകട്ടെ, ആ ഒരു വിധിയെപ്പറ്റി ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ അടുത്ത കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു വിധി വന്നു. ആദ്യം ഒരു കേസ് വന്നു അദ്ദേഹത്തിനെതിരെ. അതൊരു പെൺകുട്ടി ഉന്നയിച്ച ആക്ഷേപമായിരുന്നു. അതിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ല. ബലാത്സംഗം പോലെയുള്ള കേസൊന്നും നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടും നിർബന്ധിത ഭ്രൂണഹത്യ അത് വലിയ കുറ്റകരമായി കണ്ട് എന്താക്കി മുൻകൂർ ജാമ്യം നിഷേധിച്ചു. അതേ കോടതിക്ക് മുമ്പാകെ മറ്റൊരു കേസ് മറ്റൊരു പെൺകുട്ടി ബലാത്സംഗം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തി ഒരു കേസ് ഫയൽ ചെയ്തപ്പോൾ അത് കോടതിക്ക് ബോധ്യമായില്ലെന്ന് വേണം കരുതാൻ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് മുൻകൂർ ജാമ്യം അങ്ങ് കൊടുത്തു കളഞ്ഞു. ഇപ്പോൾ രാഹുലിന് പുറത്തു വരാം, നാളെ പാലക്കാട്ട് വന്ന് വോട്ട് ചെയ്യാം. അങ്ങനെ പഴയ ആ മിടുമിടുക്കനായി അല്ലെങ്കിൽ വില്ലാളി വീരനായി പാലക്കാട്ട് വന്ന അദ്ദേഹം കോൺഗ്രസ്സുകാരുടെ കൂടെ നിന്ന് വോട്ട് ചെയ്യും. അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ തിരിച്ചെടുക്കുമോ എന്നറിയില്ല. കോൺഗ്രസ് അദ്ദേഹത്തിനെ തിരിച്ചെടുത്താലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം കോടതി പോലും ജഡ്ജി പോലും ദൈവത്തിനോട് ചോദിച്ച് കോടതി വിധി എഴുതുന്ന നമ്മുടെ നാട്ടിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും നടന്നെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെയാണോ കോൺഗ്രസ് പാർട്ടിക്ക് ഈ ജാമ്യം കിട്ടിയ രാഹുലിനെ തിരിച്ചെടുക്കാൻ ഇത്ര പ്രയാസം? ഒരു ബുദ്ധിമുട്ടുമില്ല. പറഞ്ഞ വാക്കൊന്ന് മാറ്റി പറയണം എന്നല്ലാതെ എന്താ ബുദ്ധിമുട്ട്? രാഹുൽ വില്ലാളി വീരനായി ധീരനേതാവായി നാളെ പാലക്കാട്ട് വന്ന് വോട്ട് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. അറിയില്ല കേട്ടോ, ഇതെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മാധ്യമങ്ങൾക്ക് എല്ലാം ആഘോഷമാണ് അല്ലെങ്കിൽ ആഘോഷ രാവുകളാണ്. ഇന്ന് രാത്രി എന്തായാലും അതായിരിക്കും കൊടുമ്പിരി കൊണ്ട ചർച്ച എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതെല്ലാം കണ്ടും കേട്ടും ഒരു കാര്യമേ നമുക്ക് പറയാനുള്ളൂ. പൊതുജനം മണ്ടന്മാർ, പൊട്ടന്മാർ. അത് വാൽകഷ്ണമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാട്ടോ. പാവം ഈ രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മുടെ പാവം രാഹുൽ ഈശ്വർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ച് പാവം ഇപ്പോഴും അകത്ത് കിടക്കുകയാണ്. എന്തൊരു ദുർഗതിയാണെന്ന് നോക്കണേ. ഈ വിഷയത്തിൽ നമ്മുടെ പ്രേക്ഷകർക്കും ചിലതൊക്കെ പറയാനുണ്ടാവും. അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.